നമസ്കാരം, ലൈവ് അപ്ഡേറ്റ് ആണ്. പണിപ്പുരയിലെ ആദ്യത്തെ പണി. ആഴ്ചയിൽ 2 തവണയാണ് പണിപ്പുരയിൽ കയറിയിട്ട് സാധനങ്ങൾ എടുക്കാനുള്ള അവസരമുള്ളത്. അതിൽ ആദ്യത്തെ അവസരമായിരുന്നു. മത്സരാർത്ഥികളിൽ 2 പേർക്ക് പണിപ്പുരയിൽ കയറിയിട്ട് സാധനങ്ങൾ എടുക്കാം. അപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടെ തീരുമാനിച്ചിരുന്നത് അക്ബറും ആദിലയും നൂറയും കൂടെ കയറാനാണ്. കാരണം ആദിലയും നൂറയും ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിലും 2 പേരുണ്ടല്ലോ, അപ്പോൾ കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവർ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഇവർ 3 പേരെയും സെലക്ട് ചെയ്യുന്നു. പണിപ്പുരയിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ബൗളിൽ കുറച്ച് കാർഡുകളുണ്ട്. അപ്പോൾ ഇവർ 3 കൂടെ ആ ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ആ കാർഡിൽ സമയവും പോയിൻസും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലെഴുതിയിരിക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ ആ പോയിൻസിൻ്റെ അകത്ത് നിൽക്കുന്ന സാധനങ്ങളാണ് പർച്ചേസ് ചെയ്യേണ്ടത്. അങ്ങനെ ഇവർ 3 കൂടെ ഒരു കാർഡ് സെലക്ട് ചെയ്യുന്നു. ഇവർ സെലക്ട് ചെയ്ത കാർഡിൽ 16 സെക്കൻഡും 575 പോയിൻസും ആണുള്ളത്. ബസർ ടു ബസറാണ്. കൂടാതെ പണിപ്പുരേൻ്റെ ഉള്ളിൽ ടൈമറും ഉണ്ടാവും. ബിഗ് ബോസ് പണിപ്പുരയിലുള്ള ഓരോ നിയമങ്ങളും ആവർത്തിച്ച് പറയുന്നുണ്ട്. പറഞ്ഞിരിക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ എടുത്തിട്ടിറങ്ങുക. സമയം കൂടിപ്പോയി കഴിഞ്ഞാൽ എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു വയ്ക്കേണ്ടി വരും. അതുപോലെ സാധനങ്ങളൊന്നും വലിച്ചെറിയാൻ പാടില്ല. ഈ പണിപ്പുരേൻ്റെ പുറത്തായിട്ട് 2 ബാസ്ക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇതിലൊന്ന് ജനറലും രണ്ടാമത്തത് പേഴ്സണലും. അപ്പോൾ ഇവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഐറ്റംസ് വേണമെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ജനറൽ ആയിട്ടുള്ളതും എടുക്കാം. അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതും എടുക്കാം. അപ്പോൾ ഇവർ സെലക്ട് ചെയ്തത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പോയത്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ്സ് മാത്രമാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. ഇവർ കൊണ്ടുവന്ന ഡ്രസ്സുകളൊന്നും കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡ്രസ്സ് മാറാനോ കുളിക്കാനോ ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഇവർ 3 പേരും കൂടെ പണിപ്പുരേൻ്റെ ഉള്ളിൽ കയറുന്നു. കിട്ടുന്ന മാക്സിമം സാധനങ്ങൾ എടുക്കുന്നു, കൊണ്ടുവന്ന് ബോക്സിലിടുന്നു. ശേഷം ബിഗ് ബോസ് എല്ലാവരോടും തിരിച്ച് ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നു. അങ്ങനെ എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് ഇവരോട് സംസാരിക്കുകയാണ്. ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലോ. ആഴ്ചയിൽ 2 തവണയാണ് പണിപ്പുരയിൽ കയറാൻ പറ്റുന്നത്. അതിലാദ്യത്തെ തവണയാണ്. പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ വീട്ടിലുള്ളവർ പറയുന്നുണ്ട്, മുഴുവനും പറഞ്ഞ് തീർക്കട്ടെ, എന്ത് പണിയാണ് വരാൻ പോണേന്ന് അറിയില്ലല്ലോ എന്നുള്ളത്. അടുത്തതായിട്ട് അപ്പം തന്നെ പണി വന്നു. 16 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ പണിപ്പുരയിൽ നിന്ന് പുറത്തിറങ്ങിയത്. അപ്പോൾ സമയം കഴിഞ്ഞിട്ടിറങ്ങിയത് കൊണ്ട് എടുത്ത സാധനങ്ങളെല്ലാം തിരിച്ച് പണിപ്പുരയിലേക്ക് തന്നെ വെക്കാൻ പറയുന്നു. ഞാൻ പറഞ്ഞാൽ ഇതൊരു 1.5 പണിയാണ്. കാരണം ഈ ബിഗ് ബോസ് കൊടുക്കുന്ന ഈ യൂണിഫോം മാത്രമാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. വേറെ ഡ്രസ്സുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇട്ടിരുന്ന ഡ്രസ്സ് തന്നെയാണ് മിക്കവരും, ഈ ബാഡ്ജ് കയ്യിൽ ഉള്ളവരൊഴികെ ബാക്കി എല്ലാവരും ഇന്നലെ ഇട്ട ഡ്രസ്സുകൾ തന്നെയാണ് ഇന്നും ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് കുളിക്കാനോ ഡ്രസ്സ് മാറാനോ ഒന്നും പറ്റുന്നില്ല. അത് ശരിക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും ഇവർ 3 പേര് പോയതാണ്. അപ്പോൾ ഒരാൾ ടൈമർ നോക്കിയാൽ മതിയായിരുന്നു. ഏതായാലും ആദ്യം തന്നെ പണിപ്പുരയിൽ നിന്ന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണുകളിലും ലക്ഷറി ബഡ്ജറ്റ് എടുക്കുന്ന സമയത്ത് ഈ ടൈമർ ഉണ്ടായിരുന്നു. സമയത്തിൽ കൂടുതൽ ആണെന്നുണ്ടെങ്കിൽ, ഈ പർച്ചേസ് ചെയ്യുന്ന സമയം കൂടുതലാണെന്നുണ്ടെങ്കിൽ എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു വയ്ക്കാനായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ പേഴ്സണൽ ഐറ്റംസ് എല്ലാം, ഡ്രസ്സ് ഉൾപ്പെടെ ഇതുപോലെ ഈ 2 അവസരങ്ങൾ, ആഴ്ചയിൽ കിട്ടുന്ന 2 അവസരത്തിൽ വേണം പോയിട്ട് പർച്ചേസ് ചെയ്യാൻ. അതും ഈ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ. ഇവർക്ക് 2 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ടല്ലോ. പേഴ്സണലായിട്ട് നമ്മുടെ സ്വന്തം സാധനങ്ങൾ വേണമെങ്കിലും എടുക്കാം, അതല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും എടുക്കാം എന്നുള്ളത്. ആഴ്ചയിൽ 2 അവസരമേ ഉള്ളൂ. 2 പേർക്കേ പോകാൻ പറ്റുള്ളൂ. അതും ഇത്രയും കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് വേണം സാധനങ്ങൾ എടുത്തു വരാൻ. അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും പണിപ്പുരയിലാണെന്ന് താനും. ഇവർക്ക് കറക്റ്റായിട്ട് ഡ്രസ്സ് മാറാൻ പോലും ബിഗ് ബോസ് അങ്ങനെ കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി ഇതങ്ങോട്ട് മുന്നോട്ട് പോകും തോറും കളി മാറാനാണ് സാധ്യത. കാരണം ഇതിപ്പോൾ ആദ്യത്തെ ടൈം ആയതുകൊണ്ട് ഇവർ ഒത്തൊരുമയോടെ 3 പേരുടെ പേര് പറഞ്ഞു. പക്ഷേ ഇനി അങ്ങോട്ട് പോകെ എല്ലാവർക്കും പണിപ്പുരയിലേക്ക് പോകണം എന്നുള്ളൊരാവശ്യം വരും. അപ്പോൾ അവിടെ തർക്കം വരും, പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഈ റൂളിലുണ്ടെന്ന് തോന്നുന്നു, പണിപ്പുരയിലേക്ക് കയറുന്നതിന് മുമ്പ് വിവിധ തരം ടാസ്കുകളുണ്ട്. മേ ബി ഇനി അങ്ങോട്ട് പോകും തോറും ഓരോ ടാസ്കിലും ജയിക്കുന്നവർക്കായിരിക്കാം പണിപ്പുരയിലേക്ക് കയറാൻ പറ്റുക. അത്രയും ഫൈറ്റ് ചെയ്ത് പണിപ്പുരയിലേക്ക് കയറിയതിന് ശേഷം സ്വന്തം സാധനങ്ങൾ എടുക്കുമോ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമോ? പണിപ്പുരയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ ആവും ഇനി അങ്ങോട്ടുണ്ടാവുക.